ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചീര ഇട്ട് അന്നേരം വിചാരിച്ച് ചീര ഒക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് ചീര എടുത്തു, പിന്നെ കുറച്ച് ചക്കക്കുരു, പിന്നെ എരിക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഈ ദാല ഞാനിവിടെ സാമ്പാറിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് അതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ദാലൊക്കെ നന്നായിട്ട് കഴുകി അതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചീരയും ചക്കക്കുരു പച്ചമുളകൊക്കെ ഇടുക, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും അത്യാവശ്യം എത്ര വേണമെന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. അന്നേരം അത് വെള്ളമാക്കി ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് വെക്കാം. എന്നിട്ട് പിന്നെ അപ്പം നമുക്ക് അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കണ്ടേ. അപ്പം കുറച്ച് തേങ്ങ എടുത്തു, പിന്നെ ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് മഷി പോലെ കരച്ചെടുക്കണം ഇത്. അപ്പോഴത്തേക്ക് അതെല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്ക് വിസിലൊക്കെ വന്നു. 3 വിസിൽ വേണം. 3 വിസിലാക്കി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് പരിപ്പും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അന്നേരം 3 വിസിലൊക്കെ ആയി. അപ്പോഴത്തേക്ക് ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുട്ടിയൊക്കെ അപ്പോഴത്തെ ആ ഒരു സൈഡിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുട്ടിയും റെഡിയായി. അപ്പോഴത്തേക്ക് 3 വിസിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് മഷി പോലൊക്കെ വെന്തു, നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കടുക് വറുക്കണ്ടേ. അന്നേരം കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പെട്ടെന്നത് ഫ്രൈ ആയി കിട്ടും. അതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ശകലം വറ്റൽ മുളക് കൂടി ഇട്ട്, അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അന്നേരം ഇതെല്ലാം ശരിയായിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചീര കറിയിലേക്ക് അത് ഒഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. വെച്ചിട്ടില്ല, ഒരു പ്രാവശ്യമെങ്കിലും വെച്ചു. പിന്നെ അത് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇടാൻ നല്ലതാണ്, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഇടാൻ നല്ലതാണ്. എനിക്കതില്ലായിരുന്നു, അതുകൊണ്ട് ഇത് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് എത്രയാണോ വെള്ളം എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അതനുസരിച്ച് ലൂസാക്കി എടുക്കാം. പിന്നെ നമുക്ക് ആ കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര ആണോ ലൂസ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കട്ടിക്കെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇത് മാത്രം മതി. ചോറ് ചപ്പാത്തിക്കൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് ശകലം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.